എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്കൂൾ കോഴ്സ് ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലൂടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്കിവിടെ ഈ ഒരു ഭാഗത്തായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ മെറിറ്റ് ഓർ സ്പോർട്സ് എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. മെറിറ്റ് ഓർ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ മെറിറ്റ് എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് ലോഗിൻ SWSY അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് എന്ന് പറയുന്നത് സ്പോർട്സ് കോട്ടയായി അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മെറിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്നതുകൊണ്ട് പല വിദ്യാർത്ഥികളും SWSൻ്റെ റിസൾട്ട് വന്നിട്ടില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് നിങ്ങളോട് പ്രത്യേകം പറയുന്നത്. മെറിറ്റ് എന്ന് പറഞ്ഞാൽ SWSY അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതായത് കാൻഡിഡേറ്റ് ലോഗിൻ മെറിറ്റ് ഓർ സ്പോർട്സ് എന്നുള്ള ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ടുള്ള ആ ഒരു പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ പേജിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, അതുപോലെ തന്നെ പാസ്വേഡ് കൊടുക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ പ്രൊഫൈൽ പേജിൽ പോയ ശേഷം വിദ്യാർത്ഥികൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതായത് കൺഗ്രാറ്റുലേഷൻസ് യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അത് പച്ച കളറിലാണ് കാണാൻ പറ്റുക. അതുപോലെ തന്നെ ഏത് സ്കൂളിൽ ഏത് കോഴ്സിലാണ് എത്രാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിച്ചത് എന്നുള്ള ഡീറ്റെയിൽസും കാണാൻ പറ്റും. അതുപോലെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ ട്രാൻസ്ഫർ എന്ന് കാണാൻ പറ്റും. അത് ചുവപ്പ് കളറിലാണ് കാണാനായിട്ട് പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ചുവപ്പ് കളറിൽ സോറി യു ഹാവ് നോ ട്രാൻസ്ഫർ എന്നാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ലിങ്ക്സ് എന്നുള്ള ഭാഗത്ത് കാണാൻ പറ്റും സ്കൂൾ ഓർ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് ട്രാൻസ്ഫർ റിസൾട്ട് എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത പേജിൽ പോയി കഴിഞ്ഞാലും ഇതേ രീതിയിൽ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് കൺഗ്രാറ്റുലേഷൻ യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്നും ഏത് സ്കൂളിൽ ഏത് കോഴ്സിലാണ് ട്രാൻസ്ഫർ കിട്ടിയുള്ളത് എന്നുള്ളതും അതുപോലെ എത്രാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്നും കാണാനായിട്ട് പറ്റും. ട്രാൻസ്ഫർ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് സോറി യു ഹാവ് നോ ട്രാൻസ്ഫർ എന്ന് തന്നെയായിരിക്കും ആ ഒരു പേജിലും കാണാനായിട്ട് പറ്റുക. ഇനി വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ട്രാൻസ്ഫറിൻ്റെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും അവിടെ യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വെച്ച ഓപ്ഷനുകളിൽ നിങ്ങളുടെ റാങ്ക് എത്രയാണ്, അതുപോലെ തന്നെ ആ ഒരു സ്കൂളിൽ ട്രാൻസ്ഫർ കിട്ടിയ വിദ്യാർത്ഥിയുടെ റാങ്ക് എത്രയാണ് എന്നിവ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങോട്ടേക്കാണോ ട്രാൻസ്ഫർ കിട്ടിയത്, അതായത് ചില വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നിലവിൽ പഠിക്കുന്ന സ്കൂളിൽ തന്നെ വേറെ കോഴ്സിലേക്കായിരിക്കും മാറ്റം കിട്ടിയിട്ടുണ്ടാവുക. അത് കോമ്പിനേഷൻ ആയിരിക്കും മാറിയിട്ടുണ്ടാവുക, അതായത് കോമ്പിനേഷൻ ട്രാൻസ്ഫർ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഈ ഒരു ഹയർ ഓപ്ഷനിലേക്കാണ് മാറ്റം കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ വല്ല ഫീസും ഉണ്ടെങ്കിൽ അത് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള ആ ഒരു കോഴ്സിലേക്ക്, അതായത് ആ ഒരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് മാറാവുന്നതാണ്. അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ ഹ്യൂമാനിറ്റീസിലാണ് ഓൾറെഡി അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് എനിക്ക് ബയോളജി സയൻസിലേക്ക് ഞാൻ ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ട്രാൻസ്ഫർ കിട്ടിയത് കാരണം എനിക്ക് ആദ്യം കിട്ടിയ സീറ്റ് അവിടെ ഡിലീറ്റ് ആവുന്നതും പുതുതായിട്ട് കിട്ടിയ ആ ഒരു ക്ലാസ്സിലേക്ക് ഞാൻ പോകേണ്ടതുമാണ്. അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും എക്സ്ട്രാ വല്ല ഫീസും ഉണ്ടെങ്കിൽ ആ ഒരു ഫീസ് അടച്ചാൽ മതി. അതായത് അഡീഷണൽ ആയിട്ട് ഫീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഹ്യൂമാനിറ്റീസിൽ നിന്ന് കൊമേഴ്സിലേക്കോ അതല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിൽ നിന്നും കൊമേഴ്സിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിലേക്കോ അതുപോലെ തന്നെ ഈ ഒരു ഹ്യൂമാനിറ്റീസിൽ നിന്നും കൊമേഴ്സിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിൽ നിന്നും ബയോളജി സയൻസിലേക്കോ ആണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ഫീസ് ഉണ്ടാവും. ഹ്യൂമാനിറ്റീസിൽ നിന്ന് നേരിട്ട് ബയോളജി സയൻസിലേക്കാണ് കിട്ടിയതെങ്കിൽ ഏകദേശം ഒരു 700 സംതിങ് ആ ഒരു എക്സ്ട്രാ ആയിട്ട് ഫീസ് ഉണ്ടായിരിക്കും. അതേസമയം നിങ്ങൾക്കിപ്പോൾ ബയോളജി സയൻസിൽ നിന്ന് നേരെ ഈ ഒരു കമ്പ്യൂട്ടർ സയൻസിലേക്കോ അതുപോലെ കമ്പ്യൂട്ടർ സയൻസിൽ നിന്നും ബയോളജി സയൻസിൽ നിന്നും കൊമേഴ്സിലേക്കോ അതുപോലെ തന്നെ ബയോളജി സയൻസിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിൽ നിന്നും കൊമേഴ്സിൽ നിന്നും നേരെ ഹ്യൂമാനിറ്റീസിലേക്കാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഫീസൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു രീതിയിൽ എക്സ്ട്രാ ഫീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അടച്ചാൽ മതി. എക്സ്ട്രാ ഫീസ് ഉണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളോട് സ്കൂളിൽ നിന്ന് ടീച്ചർ പറയും നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്ട്രാ ഫീസ് ഉണ്ട്, അപ്പോൾ അത് നിങ്ങൾ അടക്കണമെന്ന് നിങ്ങളോട് പറയും. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു ജൂലൈ 28-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് അടച്ചാൽ മതി. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിലവിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള സ്കൂളിൽ നിന്നും, അത് നിലവിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്ക് കോഴ്സ് മാറാതെ സ്കൂൾ മാത്രമേ മാറിയിട്ടുള്ളൂ എങ്കിൽ
വിദ്യാർത്ഥികൾക്ക് നിലവിലെ സ്കൂളിൽ നിന്നും നിങ്ങളുടെ പുതിയ TC തരും. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവിധ ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ PTA ഫണ്ടായിട്ട് നിങ്ങൾ അടച്ച പൈസ അതിൻ്റെ റെസിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു PTA ഫണ്ടും അതുപോലെ PTA ഡൊണേഷനും നിങ്ങൾക്ക് തിരിച്ചു തരുന്നതാണ്. അഡ്മിഷൻ ഫീസ് തിരിച്ചു തരുന്നതല്ല, അതിൻ്റെ റെസിപ്റ്റ് നിങ്ങൾ പുതുതായിട്ട് അഡ്മിഷൻ നേടിയിട്ടുള്ള അത് ട്രാൻസ്ഫർ കിട്ടിയ ആ ഒരു സ്കൂളിൽ അഡ്മിഷൻ ടൈമിൽ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു TCയും PTA ഫണ്ടും അതുപോലെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ തിരികെ ലഭിച്ചു കഴിഞ്ഞാൽ അതൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ പുതുതായിട്ട് ട്രാൻസ്ഫർ കിട്ടിയ സ്കൂൾ എവിടെയാണോ അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഫീസിൻ്റെ ആ ഒരു ആദ്യം അടച്ചതിൻ്റെ ആ ഒരു റെസിപ്റ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതിൻ്റെ ആ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലെറ്ററും എടുത്തുകൊണ്ട് പുതുതായിട്ട് കിട്ടിയ ആ ഒരു സീറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യേണ്ടതാണ്. കാരണം ആദ്യം കിട്ടിയ സീറ്റ് അവിടെ ഡിലീറ്റ് ആവും ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ. ഇനി അടുത്തതായിട്ട് ഇപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് നിലവിൽ ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള ആ ഒരു സീറ്റ് എന്ന് പറയുന്നത് വേറെ കോഴ്സാണ്, അത് വേറെ സ്കൂളാണ്, എന്നാൽ വേറെ കോഴ്സാണ് ട്രാൻസ്ഫർ കിട്ടിയത്. അതായത് ഇപ്പോൾ ആദ്യം ഹ്യൂമാനിറ്റീസാണ് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ അതിനുശേഷം വേറെ സ്കൂളിൽ നിങ്ങൾക്കൊരു കൊമേഴ്സോ കമ്പ്യൂട്ടർ സയൻസോ ഏതെങ്കിലും ഒരു കോഴ്സാണ് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ വേറെ കോഴ്സ് മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് എക്സ്ട്രാ വല്ല ഫീസും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു എക്സ്ട്രാ ഫീസ് അടക്കുന്നതിനോടൊപ്പം തന്നെ നിലവിൽ അഡ്മിഷൻ നേടിയ ആ ഒരു സീറ്റ് അവിടെ ഡിലീറ്റ് ആവുന്നത് കൊണ്ട്, അത് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ അവിടെയുള്ള ആ ഒരു സീറ്റ് ഡിലീറ്റ് ആവുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ആദ്യം അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നും നിങ്ങളുടെ TC അതുപോലെ തന്നെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ്, PTA ഫണ്ട് അതുപോലെ PTA ഡൊണേഷൻ അടച്ച ആ ഒരു പൈസ എന്നിവയൊക്കെ റെസിപ്റ്റ് കൊടുക്കുന്ന സമയത്ത് തിരിച്ചു കിട്ടും. അപ്പോൾ അതും എടുത്തുകൊണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ അഡ്മിഷൻ ഫീസ് തിരിച്ചു കിട്ടുന്നതല്ല, അപ്പോൾ ആ ഒരു അഡ്മിഷൻ ഫീസും അതുപോലെ ഈ ഒരു തിരിച്ചു കിട്ടിയുള്ള ആ ഒരു ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പുതുതായിട്ട് ട്രാൻസ്ഫർ കിട്ടിയ സ്കൂൾ ഏതാണോ കോഴ്സ് ഏതാണോ അവിടെ പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. എക്സ്ട്രാ വല്ല ഫീസും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ അടക്കാവുന്നതാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയതിൻ്റെ ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററും കൂടി കൃത്യമായിട്ട് എടുക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് എടുക്കേണ്ടത്. ഇപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ അപേക്ഷിച്ച് കോമ്പിനേഷൻ മാറ്റമോ അതുപോലെ തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ അപേക്ഷിച്ച് സ്കൂളോ കോഴ്സോ ഒന്നും മാറാതെ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് നിലവിൽ അഡ്മിഷൻ എവിടെയാണോ ഓൾറെഡി നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് അവിടെ നിങ്ങൾക്ക് ഓൾറെഡി അവിടെ അഡ്മിഷൻ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സീറ്റിൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ അഡ്മിഷനുള്ള ആ ഒരു സീറ്റിൽ തന്നെ നിങ്ങൾക്ക് തുടർന്ന് പഠിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് ഇനിയൊരു ട്രാൻസ്ഫർ ഉണ്ടോ എന്നുള്ളത്. ഇനിയൊരു ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ ട്രാൻസ്ഫർ കിട്ടിയ ആ ഒരു സീറ്റിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ നേടിയ ശേഷം നിങ്ങൾക്ക് ആ ഒരു സ്കൂളിലെ യൂണിഫോമും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് നിങ്ങൾക്ക് അവിടെ തന്നെ പഠിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.